തൊടുപുഴ നഗരസഭയുടെ 7ാം വാർഡിൽ ജനഹിതം തേടി ബിൻസി അലി ഒരിക്കൽ കൂടി വരുമ്പോൾ സിറ്റിംഗ് മെമ്പർ അഫ്സലുണ്ട്, ബിൻസി അലിയുണ്ട്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? അവസാന ലാപ്പിൽ ഇനി ഇറങ്ങാൻ പോകുന്നത് അവസാന കലാശപ്പൊട്ടിലേക്ക് എത്രമേൽ കോൺഫിഡൻസ് ഉണ്ട്? 100% കോൺഫിഡൻറ്റോട് കൂടിയാണ് ഞാനിപ്പോൾ നിലനിൽക്കുന്നത്. പൂർണ്ണമായും വിജയത്തിലെത്തും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിന് മാത്രം 2015 ഇതിലാദ്യമായി ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തായതെന്ന് അറിയില്ലാത്തൊരു കാലാവസ്ഥയിലാണ് അന്ന് ഇറങ്ങിയത്. പക്ഷേ എൻ്റെ പാർട്ടിയും എൻ്റെ പ്രവർത്തകരും എന്നോടൊപ്പം നിന്നുകൊണ്ട് വളരെ 2015-20 വരെ വളരെ വ്യക്തമായിട്ട് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ കണ്ടു പരിഹരിച്ച് ലൈറ്റ്, വഴിവിളക്കുകൾ, റോഡുകൾ, വെള്ളം, അതിനാവശ്യപ്പെട്ട കാലം മൊത്തം അവർക്ക് ചെയ്യാൻ പറ്റാത്ത പേപ്പർ ഭാഗങ്ങൾ അത് വിവിധ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ ഭാഗങ്ങൾ ചെയ്തു കൊടുത്തു. അടഞ്ഞിറക്കുന്ന അധ്യായങ്ങൾ ഞാൻ ഒരു പേപ്പർ ഭാഗത്തിനുമായിട്ട് ഫയലുകൾ തുറന്നു കൊടുത്തു. അങ്ങനെ പല പല മേഖലയിലും ശരിക്കും പറഞ്ഞ മുനിസിപ്പാലിറ്റി നാനാ ഭാഗത്തും 7ാം വാർഡിലല്ലാതെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വാർഡുകൾ തോറും കയറുമ്പോൾ, വീടുകൾ തോറും കയറുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്രമേൽ പിച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ബിൻസി അലി കരുതുന്നത്? കാരണം ഇപ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ ആ വന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ മുഴുവൻ മിസ്ഗൈഡ് ചെയ്യാൻ അത് വെറും വാക്കുകൾ മാത്രമാണ്, അത് വെറും പ്രവചനങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ ഹാൻഡിലുകൾ വലിയ പ്രചാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അഴിച്ചുവിട്ടിട്ടുണ്ട്. വീടുകൾ തോറുമ്പോൾ വീട്ടമ്മമാർ, സ്ത്രീകൾ, യുവാക്കൾ എന്താണ് ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികളോട് അവരുടെ പ്രതികരണം? ക്ഷേമ പദ്ധതി നമ്മുടെ LDF സർക്കാർ വളരെ വേണ്ടപ്പെട്ട രീതിയിൽ അവർക്ക് പെൻഷൻ നൽകിയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ പെൻഷൻ ആദ്യ കാലഘട്ടങ്ങളിൽ വേറെ സർക്കാർ ഇരുന്ന കാലഘട്ടത്തിൽ, എടുത്തു പറയുന്നില്ല, വേറെ സർക്കാർ ഭരിച്ച കാലഘട്ടത്തിൽ 600 ആദ്യം നമ്മുടെ പെൻഷൻ, പിന്നീട് അത് 1600 ആക്കി. വീണ്ടും നമ്മുടെ LDF സർക്കാർ വീണ്ടും അത് 2000-ലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ എല്ലാ വീടിന്റെ പോകുമ്പോൾ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ഇത്രയും പെൻഷൻ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് രാവിലെ ചായ കുടിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മക്കളോട് ചോദിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് LDF സർക്കാരിനോട് ഭയങ്കര അനുകൂല സാഹചര്യമാണ് ഞാനിപ്പോൾ കണ്ടുവരുന്നത്. എന്ത് പ്രചരിച്ചാലും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്ത് പ്രചരിച്ചാലും വീട്ടുകാർ അത് സ്വീകരിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ വാർഡുകളിലെല്ലാം നോക്കുമ്പോൾ LDF മുന്നണി യുവത്വത്തെ വല്ലാതെ അവസരങ്ങൾ നൽകിയതായിട്ട് കാണുന്നുണ്ട്. നേരെ മറിച്ച് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്ര യുവാക്കളില്ല. സ്ഥിരം നിന്നവർ, ഓരോ വാർഡിലെയും ഓരോ പഞ്ചായത്തിലും സ്വയം അധികായന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടവർ ഒക്കെ ഇങ്ങനെ മത്സരിച്ച് വരുന്ന ഒരു പാരമ്പര്യമാണ് കാണുന്നത്. LDF എന്തുകൊണ്ടായിരിക്കാം എന്നും ഒരു പുതുമയ്ക്ക്, എന്നും ഒരു യുവത്വത്തിന് ഇങ്ങനെ സാന്നിധ്യം കൊടുത്തുകൊണ്ടിരിക്കുക? എങ്ങനെയാ നോക്കിക്കാണുന്നതിനെ? അത് നോക്കിക്കാണുന്നത് എന്താണെന്ന് വെച്ചാൽ യുവത്വമാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും നയിക്കേണ്ടത്. നാളെയുടെ ഭാവി അവരാണ്. അപ്പൊ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ LDF സർക്കാർ അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. യുവത്വം വീണ്ടും തിരിച്ചു വന്നം. കാരണം തന്നെ പിന്നെ ഒരാളുടെ കയ്യിൽ ഭരണം ഇരുന്നാൽ അതൊരു ശരിയായ ഭരണമല്ല. കാരണം വീണ്ടും ഒരാളുടെ കൊടുത്താലല്ല അവരെന്ത് നമുക്ക് ചെയ്യും, പുതിയ പദ്ധതികൾ, പുതിയ ആശയങ്ങൾ എന്തൊക്കെ ആവിഷ്കരിക്കുമെന്ന് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പുതിയ യുവത്വങ്ങൾ കൊണ്ടുവരുന്നതിൽ നമ്മുടെ സർക്കാർ വളരെയേറെ അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇത് അവസാനമായ ഒരു ചോദ്യം കൂടി താങ്കളോട്. നിലവിൽ 7ാം വാർഡ് ജനങ്ങൾ വിശ്വസിച്ച് ഡിസംബർ 13 കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ഇന്റർവെൻഷൻ, ഏറ്റവും അധികം ഞാൻ ഇടപെടേണ്ട ഒരു പ്രവർത്തനങ്ങൾ എന്ന് അങ്ങനെ കാറ്റഗറി ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ കാറ്റഗറി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് കാലാകാലങ്ങളിൽ നമ്മൾ 2020-ലും നമ്മുടെ LDF-ന്റെ സാരഥിയാണ് വീണ്ടും ഭരണം ഏറ്റെടുത്തത് നമ്മുടെ ഈ വാർഡിന്റെ. അദ്ദേഹം വളരെ വേണ്ടപ്പെട്ട രീതിയിൽ റോഡും വഴിവിളക്കും എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ റോഡും വഴിവിളക്കും ചെയ്യുമ്പോഴും പിന്നെ അത് പോവുകയാണല്ലോ, പിന്നെ നമുക്ക് വീണ്ടും ചെയ്യണം. അതാണല്ലോ ഭൂമി ഉരുണ്ടതാന്ന് പറയും പോലെ നമുക്ക് വീണ്ടും പ്രവർത്തനങ്ങളുണ്ട്. ഇത് നിലയ്ക്കൊന്നുമില്ല. അപ്പൊ വീണ്ടും നമുക്ക് റോഡുകൾ ചെയ്യണം, വഴിവിളക്കുകൾ ചെയ്യണം, വെള്ളം എത്തിക്കാത്തവർ വെള്ളം എത്തിക്കണം. അങ്ങനെ പല പല ക്ഷേമ പദ്ധതികളുണ്ട്. പെൻഷൻ കിട്ടാത്തവർക്ക് പെൻഷൻ ഇനി കൊടുക്കണം, വികലാംഗർക്ക് അത് പെൻഷൻ കൊടുക്കണം. അങ്ങനെ വർഷത്തെ പ്രവർത്തന കാലയളവിൽ ചെയ്തു തീർത്തു, പിന്നീട് ബാക്കി വെക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് വീണ്ടും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു രീതി. വളരെ വളരെ സന്തോഷം. എന്തുമാത്രം പ്രതീക്ഷയോടെ, ആത്മവിശ്വാസത്തോടെയാണ് താങ്കളുടെ വാർഡിനെ പുതിയ സാരഥിയിലേക്ക് ഏൽപ്പിക്കുന്നത്? വാർഡിലെ സാരഥി പുതിയ സാരഥി അല്ല, എങ്കിൽ മുമ്പ് ഒരു പ്രാവശ്യം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച സാരഥിയാണ്. ആ സാരഥിയെ തീർത്തും 100% ഞാൻ ഈ സാരഥിയെ തന്നെ ഇത് ഏൽപ്പിക്കുമ്പോഴത്തേക്ക് ഈ നാട്ടിൽ എനിക്കുള്ളൊരു വിശ്വാസമുണ്ട് ഈ ജനങ്ങളെ, ഈ വാർഡിലെ ജനങ്ങളെ. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് വിളിച്ചാൽ വിളിക്കുത്തരം നൽകുന്ന തരത്തിലുള്ള, അവരുടെ ഏതൊരാവശ്യങ്ങളോടൊപ്പം അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളൊരു വലിയ കോൺഫിഡൻസിലാണ് ഞാനുള്ളത്. ആ കോൺഫിഡൻസിൻ്റെ പ്രതിഫലം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് ഈ വാർഡിലൊരു ഭരണ തുടർച്ചയാണ് ആവശ്യപ്പെട്ടത്. ഇവിടുത്തെ കൗൺസിലർ ചെയ്തു വെച്ച ബാക്കി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്
അതിന് തക്കതായിട്ടുള്ള ഒരാൾ. അതൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രം ഒരു സ്ഥാനാർത്ഥി ഇറങ്ങുക എന്നതിൻ്റെ അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഈ വാർഡിൽ ജീവിക്കാനുള്ളതാണ്, നമ്മൾ ആളുകളെ കാണാനുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ 2 ചേരി ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചേരികളൊക്കെ ആ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു പോകണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് ഞാൻ. രാഷ്ട്രീയം എന്നുള്ളത് പ്രത്യയശാസ്ത്രവും ആദർശവുമാണ്. പക്ഷെ അത് പലപ്പോഴും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം, ഒരുപക്ഷെ ഈ വാർഡിൽ ഞാൻ മത്സരിച്ചപ്പോൾ ഈ വാർഡിൽ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തവരല്ല, എനിക്ക് വോട്ട് ചെയ്യാത്തൊരു വിഭാഗവും ഇവിടെയുണ്ട്. അവരെ കൂടി ഞാൻ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം. വോട്ട് ചെയ്തവരെയും വോട്ട് ചെയ്യാത്തവരെയും ഒരുപോലെ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. 100% അതിൽ വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ പലയിടത്തും ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം അല്ല. അവർക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതിന് വേണ്ടി ഈ കാലങ്ങളോലും മിണ്ടാതെ നടക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നടക്കുന്നതൊക്കെ ഒരു രാഷ്ട്രീയ ബാലപാഠം അവർ ഇവിടുന്ന് പഠിച്ചോന്ന് എനിക്കറിയില്ല. ആ സാഹചര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് ഞാൻ എന്നാൽ കഴിയുന്ന വിധം പാലിച്ചു എന്നുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് വിൻസി അലിക്ക് എനിക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ വോട്ടിന് ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഈ നഗരസഭയിലെ മികച്ച ഭൂരിപക്ഷം നൽകി വിൻസി അലി ഇവിടെ തെരഞ്ഞെടുക്കും എന്നുള്ള എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ഈ ജനങ്ങളെ മുൻനിർത്തിയുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഈ 5 വർഷവും എനിക്ക് തകർന്നിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളെ ഞാൻ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ നിന്നിട്ടില്ല. ആ വിശ്വാസം ഇത്തവണ ഇവിടെ പരിപാലിച്ചു. അതാണ് വാക്കുകൾ. തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ പറയുന്ന വാക്കുകൾ, എറണാകുളത്ത് അനിൽകുമാർ പറയുന്ന വാക്കുകൾ. ഭരണം നിലവിലുണ്ടായിരുന്നിടത്ത് മുഴുവനും മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ് LDF മുന്നണിയിൽ നിന്നും കേരളമാകെ പടർന്നു പന്തലിക്കുന്നത്. തൊടുപുഴ നഗരസഭയിലും 7ാം വാർഡിലുമൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നതും അതാണ്. നമസ്കാരം.